empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. കർത്താവിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച ഒരു ഉത്തമയായ സ്ത്രീയിലേക്കുള്ള നമ്മുടെ പഠനങ്ങളും പ്രാർത്ഥനകളും ഒപ്പം പ്രയത്നങ്ങളും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിഷില്ല എന്ന പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച സുഭാഷിതങ്ങൾ 31 അധ്യായം 27 വാക്യം നമ്മൾ പഠിക്കുകയായിരുന്നു. ഒരു ഉത്തമയായ സ്ത്രീ, കർത്താവിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച ഒരു സ്ത്രീ തൻ്റെ കുടുംബത്തിൽ ഓരോ കുടുംബാംഗങ്ങളുടെയും നടപടികളെ, പ്രവർത്തികളെ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു. ഇതായിരുന്നു നമ്മൾ പഠിച്ചത്. ഒരു കുടുംബത്തിൻ്റെ കാവൽക്കാരായി കർത്താവ് നിയോഗിച്ച ഓരോ മാതാവിനെയും അവൾ ആത്മീയമായ ഉറക്കത്തിലാകുമ്പോൾ ശത്രു വന്ന് എങ്ങനെ ആ കുടുംബത്തിൽ കളകൾ വിതയ്ക്കുന്നുവെന്നും നമ്മൾ പഠിക്കുകയുണ്ടായി. പ്രിയ സഹോദരിമാരെ, ഇന്നത്തെ നമ്മുടെ ഈ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവിന് പരിപൂർണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. പറയപ്പെടുന്ന ഓരോ വചനങ്ങളിലും കർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് സ്വന്തമാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 59 സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് സാവൂൾ ദാവീദിനെ വധിക്കുവാനായി ചാരന്മാരെ അയച്ചപ്പോൾ ഒളി സങ്കേതത്തിലായിരുന്നുകൊണ്ട് ആ വലിയ പ്രതിസന്ധിയുടെ മുൻപിൽ നിന്ന് കർത്താവാണ് തൻ്റെ ശക്തി എന്ന് ഉറക്കെ പ്രഘോഷിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണത്. 59 സങ്കീർത്തനം 9 വാക്യം നമുക്കൊന്ന് ചേർന്നൊന്ന് വായിക്കാം. എന്റെ ബലമായവനെ, എന്റെ ബലമായവനെ, ഞാൻ അങ്ങേക്ക് സ്തുതി പാടും. ഞാൻ അങ്ങേക്ക് സ്തുതി പാടും. ദൈവമേ, ദൈവമേ, അങ്ങ് എനിക്ക് കോട്ടയാണ്. അങ്ങ് എനിക്ക് കോട്ടയാണ്. ആ വലിയ പ്രതിസന്ധിയുടെ മുൻപിൽ, വധഭീഷണിക്ക് മുൻപിലായിരിക്കുമ്പോൾ, രാജാവായിരുന്നിട്ടും ഒളി സങ്കേതങ്ങളിൽ നിന്ന് ഒളി സങ്കേതങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ദാവീദ് രാജാവ് ഉറക്കെ പ്രഘോഷിക്കുകയാണ്, കർത്താവാണ് എൻ്റെ ബലം, കർത്താവാണ് എൻ്റെ കോട്ട, അങ്ങ് എനിക്ക് സങ്കേതമാണ്. പ്രിയ സഹോദരിമാരെ, നമ്മളായിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മറ്റാരോടും പറയാൻ പറ്റാത്ത, മറ്റാർക്കും മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത പ്രതിസന്ധികളിലൂടെ ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും നമുക്കൊന്ന് ചേർന്ന്, ഈ സങ്കീർത്തകനോട് ചേർന്ന് നമുക്കൊന്ന് ഏറ്റു പറയാം, നമ്മുടെ ബലവും നമ്മുടെ കോട്ടയും എല്ലാം നമ്മുടെ കർത്താവാണെന്ന് ഉറച്ച വിശ്വാസത്തോടെ നമുക്കൊന്ന് ഏറ്റു പറയാം. എന്റെ ബലമായവനെ, എന്റെ ബലമായവനെ, ഞാൻ അങ്ങേക്ക് സ്തുതി പാടും. ഞാൻ അങ്ങേക്ക് സ്തുതി പാടും. ദൈവമേ, ദൈവമേ, അങ്ങ് എനിക്ക് കോട്ടയാണ്. അങ്ങ് എനിക്ക് കോട്ടയാണ്. നമുക്കൊരു ഉറപ്പോടെ, ഉറച്ച ബോധ്യത്തോടെ നമുക്ക് ഏറ്റു പറയാം, ദൈവമേ, ദൈവമേ, അങ്ങ് എനിക്ക് കോട്ടയാണ്. അങ്ങ് എനിക്ക് കോട്ടയാണ്. ഏത് പ്രതിസന്ധികളുടെ മുൻപിലും നമ്മുടെ കർത്താവിനെ കോട്ടയായിട്ട് കണ്ടുകൊണ്ട്, നമ്മുടെ ബലമായിട്ട് കണ്ടുകൊണ്ട് നമുക്കൊരു ഉറപ്പോടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധാത്മാവെ, ഇന്നത്തെ ശുശ്രൂഷകളെ ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പറയപ്പെടുന്ന ഓരോ വചനങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടത് സ്വീകരിക്കുവാനുള്ള ആ ജ്ഞാനം നൽകണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സഹോദരിമാരെ എവിടെ ആയിരുന്നാലും നമുക്കൊന്നു ചേർന്ന് ഐക്യത്തോടെ, ഏക മനസ്സോടെ നമ്മുടെ ബലമായ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഏറ്റെടുക്കണമേ. ഇന്നത്തെ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവെ നയിക്കണമേ. ഓരോ സഹോദരിമാരുടെ മേലും പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമേ. ബലമായി, കോട്ടയായി, സങ്കേതമായി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ, കർത്താവിനെ സ്വന്തമാക്കുവാൻ ഓരോ സഹോദരിയെയും കർത്താവെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും കോട്ടയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയുടെ മേൽ വ്യാപരിക്കണമേ. ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും കർത്താവിന്റെ കൃപയാൽ നിറഞ്ഞ് ജ്ഞാനത്താൽ നിറഞ്ഞു പൂർത്തീകരിക്കണമേ.
സ്വീകരിക്കുവാൻ ഓരോ സഹോദരിയെയും പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. തിരുകുടുംബത്തിലെ കുടുംബനാഥയായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും ജ്ഞാനത്താൽ നിറഞ്ഞ ഞങ്ങളുടെ കുടുംബങ്ങളെ ഈശോയുടെ ഹിതപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ കൃപ ലഭിക്കുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബത്തിന്റെ പാലകനായിരുന്ന വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങൾ ഓരോ സഹോദരിമാർക്ക് വേണ്ടിയും യൗസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. എൻ്റെ പ്രിയ സഹോദരിമാരെ, നമ്മൾ ഇന്നത്തെ ഈ ശുശ്രൂഷ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത് സുഭാഷിതങ്ങൾ 31:27 ഓരോ കുടുംബാംഗങ്ങളുടെയും നടപടികൾ ഒരു ഉത്തമയായ സ്ത്രീ, ജ്ഞാനമുള്ള സ്ത്രീ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ മറ്റൊരു വചനം കൂടി ശ്രദ്ധിച്ചിരുന്നു. ജ്ഞാനം 9-ാം അധ്യായം 18-ാം വാക്യം. നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി. ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി. ഭൂവാസികളുടെ പാത നേരെയാക്കി. അങ്ങേക്ക് പ്രസാദമുള്ളവ, അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു. അവരെ പഠിപ്പിച്ചു. അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. അതായത് ജ്ഞാനം പ്രാപിച്ച ഒരു വ്യക്തി തൻ്റെ കുടുംബത്തിലുള്ളവരുടെ പാത നേരെയാക്കുന്നു. കർത്താവിന് പ്രസാദകരമായവ അവരെ പഠിപ്പിക്കുന്നു. അങ്ങനെ അവർ രക്ഷിക്കപ്പെടുന്നു. അവൾ നടപടികൾ അഥവാ പ്രവർത്തികൾ നിരീക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരുടെ പ്രവർത്തികളെ, അവരുടെ തെറ്റായ മാർഗങ്ങളെ നേരെയാക്കുന്നു, അവരെ തിരുത്തുന്നു. ഇന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തിനാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. തൻ്റെ കുടുംബാംഗങ്ങളുടെ പ്രവർത്തികളെ നേരായി നയിക്കുന്ന ഒരു ജ്ഞാനമുള്ള സ്ത്രീ. ഇതുമായി ബന്ധപ്പെട്ട ഒരു വചനം സുഭാഷിതങ്ങൾ 22-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക. വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ശൈശവത്തിൽ തന്നെ, വളരെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവ് നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്, നമ്മുടെ മക്കളെ അവർ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക. ഇന്നത്തെ ശുശ്രൂഷ പ്രധാനമായും അമ്മമാർ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യത്തെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മക്കളെ നടക്കേണ്ട വഴി, കർത്താവിന് പ്രസാദകരമായ വഴി അവരെ പരിശീലിപ്പിക്കുക. എങ്കിൽ മാത്രമേ അവർ വളർന്നു വലുതാകുമ്പോൾ അതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുകയുള്ളൂ എന്നാണ് വചനം പറയുന്നത്. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക. മോശ പ്രവാചകൻ ഇസ്രായേൽക്കാർക്ക് നൽകുന്ന ഒരു ആഹ്വാനമുണ്ട്. നമുക്ക് ആ വചനത്തിലേക്കൊന്ന് പോകാം. നിയമാവർത്തനം 6-ാം അധ്യായം 6-7 വാക്യങ്ങളിലാണ് നമ്മളത് കാണുക. നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നിങ്ങൾ മാത്രം അത് ഹൃദയത്തിൽ സൂക്ഷിച്ചതുകൊണ്ട് കാര്യമില്ലെന്ന വചനം പറയുന്നേ. നമ്മുടെ മക്കളെ വളരെ ജാഗരൂകതയോടെ കർത്താവ് പറയുന്ന ഓരോ കാര്യങ്ങളും, കർത്താവിൻ്റെ വചനത്തിലുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ മക്കളെ വളരെ ജാഗരൂകതയോടെ പഠിപ്പിക്കണം. വളരെ ശക്തമായിട്ടാണ് കർത്താവ് നമ്മളോട് അത് പറയുന്നത്. തുടർന്ന് 20-21 വാക്യങ്ങളിൽ കർത്താവ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്.
നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങളുടെയും ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ഭാവിയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം. നാം ഓരോരുത്തരും നമ്മുടെ മക്കളുടെ സംശയങ്ങൾ, കർത്താവ് എന്താ പറയുന്നത്? കർത്താവ് കൽപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങൾ, ചട്ടങ്ങൾ, നിയമങ്ങൾ, ഇവയെക്കുറിച്ച് സംശയമായിട്ട് മക്കൾ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അതിന് ഉത്തരം നിങ്ങൾ പറയണം. അത് ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ എനിക്കറിയില്ല, അല്ലെങ്കിൽ നീ അത് അറിയേണ്ട കാര്യമില്ല, അതൊക്കെ അങ്ങനെയാണ്, അതങ്ങോട്ട് വിശ്വസിച്ചാൽ മതി, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പറയാൻ പാടില്ല. അത് വ്യക്തമാക്കി മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണിത്. അത് നമ്മൾക്ക് അറിയില്ലെങ്കിൽ ജ്ഞാനം പ്രാപിക്കുക തന്നെ മാർഗമുള്ളൂ. കർത്താവിൻ്റെ മുൻപിൽ ഇരുന്ന് ജ്ഞാനം പ്രാപിച്ചാൽ എന്തിനുമുള്ള ഉത്തരം, ഈ പരിശുദ്ധ ബൈബിളിലുള്ള എന്തിനുമുള്ള ഉത്തരം നമുക്ക് ലഭിക്കും. അതിനാണ് ജ്ഞാനം പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകത വരുന്നത്. മക്കളുടെ സംശയങ്ങൾ കർത്താവുമായി ബന്ധപ്പെട്ട് ആത്മീയ വിഷയങ്ങളിൽ അവർക്കുള്ള ഓരോ സംശയവും ക്ലിയർ ആക്കി കൊടുക്കുക ഓരോ അമ്മയുടെയും ഉത്തരവാദിത്വമാണെന്നാണ് പരിശുദ്ധ ബൈബിൾ പറയുന്നത്. ആ ഒരു ഉത്തരവാദിത്വം വളരെ വിശ്വസ്തയോടെ നിറവേറ്റുവാൻ കർത്താവിൻ്റെ ജ്ഞാനം നേടിയേ പറ്റുള്ളൂ. ജ്ഞാനമുള്ള സ്ത്രീ ഭവനം പണിതുയർത്തുന്നു, മക്കളുടെ വിശ്വാസ ജീവിതം അവൾ പണിതുയർത്തുന്നു. ഇതാണ് കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്നത്. വീണ്ടും തിരുവചനത്തിലൂടെ നമ്മളോട് ഇതേ ആഹ്വാനം നൽകുന്നുണ്ട്. സങ്കീർത്തനം 78 അധ്യായം 4 വാക്യം. നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധാപൂർവം കേൾക്കാം. അവരുടെ മക്കളിൽ നിന്ന് നാം അത് മറച്ചു വെക്കരുത്. കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തിപ്രഭാവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം. വീണ്ടും അതേ കാര്യം തന്നെയാണ് തിരുവചനം പറയുന്നത്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ, ചരിത്രത്തിൽ, നമ്മുടെ പരിശുദ്ധ ബൈബിളിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന വലിയ മഹത്തായ കാര്യങ്ങളുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ശക്തിയെ വിവരിക്കുന്ന കാര്യങ്ങളുണ്ട്, അത്ഭുത കൃത്യങ്ങളുണ്ട്. അതൊക്കെ മക്കൾക്ക് വിവരിച്ചു കൊടുക്കണം. കുറേ ഫെയറി സ്റ്റോറീസും കുറേ വലിയ ശക്തിയുള്ള മനുഷ്യരുടെ കഥകളും ഒന്നും അല്ല അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. അവരുടെ സൃഷ്ടാവിൻ്റെ ശക്തിയെ, അവരുടെ ദൈവത്തിൻ്റെ ആ ശക്തി പ്രഭാവത്തെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. എങ്കിലല്ലേ അവർക്ക് നമ്മുടെ കർത്താവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവരുടെ സൃഷ്ടാവിൻ്റെ ആ ഒരു അനന്യത അവർക്ക് അപ്പോഴല്ലേ മനസ്സിലാവുകയുള്ളൂ. ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ അമ്മമാർക്കാണുള്ളത്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും കേൾക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ ഇരുന്നാലും അവരുടെ ഉള്ളിലേക്ക് ഏറ്റവും കടക്കുന്നത്, ഏറ്റവും അവരെ സ്വാധീനിക്കുന്നത് ഒരമ്മയുടെ വാക്കുകളാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ബൈബിൾ അമ്മമാർക്ക് ആ ഒരു ഉത്തരവാദിത്വം നൽകുന്നത്. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി അവരെ പരിശീലിപ്പിക്കുക. നമ്മൾ ചരിത്രത്തിലും പരിശുദ്ധ ബൈബിളിലും ഒക്കെ ഇങ്ങനെ തങ്ങളുടെ മക്കളെ ശൈശവത്തിൽ തന്നെ കർത്താവിൻ്റെ വഴിയിൽ ശക്തരാക്കിയ ഏതാനും കുറച്ച് അമ്മമാരെ കാണാൻ പോവുകയാണ്. അവരുടെ ആ ചരിത്രം കേൾക്കുമ്പോൾ, അവർ ചെയ്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കതൊരു പ്രചോദനമാകട്ടെ. കർത്താവിൻ്റെ വഴിയിൽ നമ്മുടെ മക്കളെ നടത്തേണ്ടതിന് നമുക്കതൊരു ശക്തിയായി തീരട്ടെ. നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് മോശയുടെ അമ്മയായ യോക്കെബെദിനെ കുറിച്ചാണ്. നമുക്ക് വലിയ പരിചയമൊന്നുമില്ലാത്ത ഒരു അമ്മയാണ് യോക്കെബെദ്. എന്നാൽ ആ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഫറവോയുടെ മകളുടെ മകൻ എന്ന നിലയിൽ എല്ലാ ലക്ഷ്വറുടെയും ഇടയിൽ ആണ് മോശ വളർന്നു വന്നത്. ഏറ്റവും ഹയസ്റ്റ് എഡ്യൂക്കേഷൻ മോശയ്ക്ക് ലഭിച്ചു. അന്ന് ഈജിപ്തിലെ ഏറ്റവും ബെസ്റ്റ്, എല്ലാം കൊണ്ടും ഏറ്റവും ബെസ്റ്റ് മോശയ്ക്ക് ലഭിച്ചു. പഠനത്തിലാവട്ടെ, ലക്ഷ്വറിയിലാകട്ടെ, സൗകര്യങ്ങളിലാകട്ടെ, എല്ലാം ഏറ്റവും ബെസ്റ്റ് അനുഭവിച്ചു വളർന്ന മോശ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹെബ്രായരുടെ പുസ്തകം 11 അധ്യായം 24 വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മോശ വളർന്നു വന്നപ്പോൾ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു.
വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു. ഏറ്റവും വലിയ റാങ്ക്, ആ റാങ്കിൽ വിളിക്കപ്പെടുന്നത് അവൻ്റെ കർത്താവിലുള്ള വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു. തുടർന്ന് വചനം എന്താ പറയുന്നേ? ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ, ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി, ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. അവൻ ഈ ഒരു ബോധ്യം, ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്താണ് ദൈവത്തോടൊപ്പം സഹിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധ്യം എങ്ങനെയാണ് മോശയ്ക്ക് ലഭിച്ചത്? ആരാണ് മോശയ്ക്ക് പകർന്നു കൊടുത്തത്? നമുക്കറിയാം, ഫറവോയുടെ കൊട്ടാരത്തിൽ സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അവരെല്ലാം വിജാതീയ ദൈവത്തെ പരിപൂർണമായിട്ടും വിശ്വസിച്ചിരുന്നവരാണ്. പിന്നെ സത്യദൈവത്തിലുള്ള ഈ വിശ്വാസം മോശയ്ക്ക് എവിടെ നിന്ന് ലഭിച്ചു? കർത്താവിനെ പ്രതി, ദൈവത്തെ പ്രതി നിന്ദനങ്ങൾ സഹിക്കുമ്പോൾ അതൊരു ഉയർച്ചയായി കാണുവാനുള്ള ആ ഒരു കാഴ്ചപ്പാട് മോശയ്ക്ക് എവിടെ നിന്ന് ലഭിച്ചു? നമുക്കറിയാം, മോശ ഉണ്ടായ ആ സമയം അവിടെ ആൺകുഞ്ഞുങ്ങളെല്ലാം ഉണ്ടാകുന്ന വശം നൈൽ നദിയിൽ എറിഞ്ഞു കളയണമെന്നായിരുന്നു ഫറവോയുടെ കൽപ്പന. എന്നാൽ മോശയുടെ മാതാപിതാക്കൾ 3 മാസത്തോളം ആ കുഞ്ഞിനെ വളരെ രഹസ്യമായിട്ട് അവർ സ്വന്തമായി സൂക്ഷിച്ചു. അതിനുശേഷം നമുക്കറിയാം, നൈൽ നദിയിൽ ഒരു ഞാങ്ങണ പെട്ടി ഉണ്ടാക്കി അതിലാക്കി ഒഴുക്കി വിട്ട് ഫറവോയുടെ മകൾ ആ കുഞ്ഞിനെ എടുക്കുന്നു. തുടർന്ന് ഫറവോയുടെ മകൾ മോശയുടെ അമ്മയെ തന്നെ ആ കുഞ്ഞിനെ പാലൂട്ടി വളർത്തുവാനായിട്ട് തിരഞ്ഞെടുക്കുന്നു. ഇവിടെയൊക്കെ കർത്താവിൻ്റെ വലിയ കരം നാം കാണുന്നുണ്ട്. അങ്ങനെ മോശയുടെ ശൈശവ ദിശ മുഴുവനായും തൻ്റെ അമ്മയുടെ ഒപ്പം ആയിരിക്കുവാൻ കർത്താവ് അനുവദിക്കുകയാണ്. മോശയ്ക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ മോശയുടെ അമ്മയോടൊപ്പമായിരുന്നു മോശ. ആ ഒരു സമയം ആ അമ്മ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. തൻ്റെ മകന് സത്യദൈവത്തെക്കുറിച്ചുള്ളതെല്ലാം ആ അമ്മ പകർന്നു കൊടുത്തു. തൻ്റെ പാവപ്പെട്ട അടിമകളായ തങ്ങളുടെ സഹോദരങ്ങളോടുള്ള സ്നേഹം ആ അമ്മ തൻ്റെ പൊന്നുമകന് പകർന്നു കൊടുത്തു. തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ആ അമ്മ തൻ്റെ പിഞ്ചു കുഞ്ഞിന് ശൈശവത്തിൽ തന്നെ ആ കുഞ്ഞിന് പകർന്നു കൊടുത്തു. അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് നാം കാണുന്നത്. ആ അമ്മയുടെ ആ കുഞ്ഞിൻ്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ആ പ്രയത്നങ്ങളുടെ എല്ലാം ആ ഒരു റിസൾട്ട് നമ്മൾ കാണുന്നത് മോശ വലുതായി കഴിഞ്ഞപ്പോഴാണ്. തൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ ലക്ഷറിയും അവൻ മാറ്റിവെച്ചു. അതൊക്കെ നിസ്സാരമാണെന്ന് അവന് ബോധ്യപ്പെട്ടു. സത്യദൈവത്തിലേക്കുള്ള വിശ്വാസത്തിലേക്ക് മോശയെ കൈപിടിച്ചുയർത്തിയത് യോക്കെബെദാണ്, അവൻ്റെ അമ്മയാണ്. നമ്മൾ ഓരോ അമ്മമാർക്കും ഈ ഒരു അമ്മ വലിയ വെല്ലുവിളിയല്ലേ നൽകുന്നത്? എന്ത് സാഹചര്യത്തിലും, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ, എത്ര ബുദ്ധിമുട്ടുള്ള ചുറ്റുപാടുകളിലും ആ അമ്മ കർത്താവിനെ കുറിച്ച് കുഞ്ഞിന് പകർന്നു കൊടുക്കുകയാണ്. അതിൻ്റെ വില, അതിൻ്റെ റിസൾട്ട് നമ്മൾ ഓരോ അമ്മമാർക്കും വലിയ പ്രചോദനമാകേണ്ടതാണ്. മോശയെ ഒരു വിശ്വാസ വീരനാക്കി മാറ്റിയ യോക്കെബെദ് എന്ന ഈ അമ്മ നമ്മൾ ഓരോ അമ്മമാർക്കും വലിയൊരു പ്രചോദനമായി മാറട്ടെ. തുടർന്ന് നമുക്ക് പുതിയ നിയമത്തിലേക്കൊന്ന് കടന്നു വരാം. തിമോത്തേയോസ്, നമ്മൾ ഓരോരുത്തർക്കും വളരെയധികം അറിയാവുന്ന ഒരു മിഷനറിയാണ് തിമോത്തേയോസ്. പൗലോസ്ലീഹായുടെ ആത്മീയ പുത്രനായിരുന്നു തിമോത്തേയോസ്. തിമോത്തേയോസിന്റെ ഈ വിശ്വാസത്തിന്റെ ബേസ് എവിടെയായിരുന്നു? പൗലോസ്ലീഹ നമുക്കതിന് ഉത്തരം തരുന്നുണ്ട്. നമുക്ക് തിമോത്തേയോസിന് എഴുതിയ ലേഖനം, 2-ാം ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. നിന്റെ നിർവ്യാജമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു. നിന്റെ വലിയമ്മയായ ലോവീസിനും അമ്മയായ എവുനിക്കായ്ക്കുമുണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കും ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പൗലോസ്ലീഹ എന്താ പറയുന്നേ? തിമോത്തേയോസിന്റെ നിർവ്യാജമായ വിശ്വാസം എവിടെ നിന്ന് വന്നു എന്നാ പൗലോസ്ലീഹ പറയുന്നേ? വലിയമ്മയായ ലോവീസിൽ നിന്നും അമ്മയായ എവൂനിക്കയിൽ നിന്നും. വലിയമ്മമാർക്കും അമ്മമാർക്കും വലിയൊരു പ്രചോദനവും ഒപ്പം ഒരു താക്കീതുമാണിത്. നമ്മുടെ മക്കള്, കൊച്ചുമക്കള്, അവരുടെ വിശ്വാസത്തിന്റെ ഉത്തരവാദിത്വം കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളെയാണ്. അത് നമ്മൾ വിശ്വസ്തതാപൂർവം നിറവേറ്റുക തന്നെ വേണം.
തിമോത്തിയോസിനെ പോലെ വലിയ വിശ്വാസ വീരന്മാർ കടന്നു വരുന്നത് അമ്മമാരുടെയും വലിയമ്മമാരുടെയും ലോവീസുമാരുടെയും യവോനിക്കയുമാരുടെയും വിശ്വാസത്തിലൂടെയാണ്. ആ ഒരു വിശ്വാസത്തിലൂടെ മാത്രമേ അങ്ങനെ കടന്നു വരികയുള്ളൂ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നമ്മൾ തിരിച്ചറിയുക. തിമോത്തിയോസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എനിക്ക് വ്യക്തിപരമായ ഒരു കാര്യം പറയുവാനുണ്ട്. ഞാൻ പറഞ്ഞു, ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നു, സുവിശേഷ പ്രഘോഷകനായ സന്തോഷ് കരിമത്രയുടെ ഭാര്യയാണ് ഞാനെന്ന്. ചേട്ടൻ ഇന്ന് സുവിശേഷത്തിന് വേണ്ടി ദേശങ്ങളോളം കർത്താവിൻ്റെ വചനവുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കർത്താവ് വളരെ ശക്തിയോടെ ഉപയോഗിച്ചത് ചേട്ടൻ്റെ അമ്മയാണ്, ഞങ്ങളുടെ അമ്മയാണ്. സുവിശേഷത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ആ ഒരു സമയം, തൻ്റെ ബിസിനസ് എല്ലാം വിട്ട് ഫുൾ ടൈമറായിട്ട് കർത്താവിൻ്റെ വചനവുമായി ഇരിക്കുന്ന സമയം, അപ്പച്ചൻ മരിച്ചു, വീട്ടിൽ മറ്റ് സാധ്യതകളൊന്നുമില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, മറ്റ് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇതിനൊക്കെ ഇടയിലും എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നപ്പോഴും ആ അമ്മ ചേട്ടൻ എടുത്ത തീരുമാനത്തിന് വളരെ ശക്തമായ പിന്തുണയുമായി നിന്നു. അതാണ് ഇന്ന് ചേട്ടനെ സുവിശേഷത്തിൻ്റെ ഒരു തീപ്പൊരി എന്നോണം ഉപയോഗിക്കാൻ ഇടയാക്കിയത്. ആ അമ്മയുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, എന്ത് പ്രതിസന്ധിയുടെ മുമ്പിലും തൻ്റെ മകൻ എടുത്ത ആ ഒരു നിലപാടിനോട് ചേർന്ന് അങ്ങനെ നിൽക്കാൻ ആ അമ്മയ്ക്ക് സാധിച്ചത് കൊണ്ടാണ് സുവിശേഷ പ്രഘോഷകനായിട്ട് ചേട്ടന് ഇന്ന് തുടരുവാൻ സാധിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ മകൻ അനുജനും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നു. സുവിശേഷ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഷെക്കേന ന്യൂസിൽ സേവനം അനുഷ്ഠിക്കുന്നു. സുവിശേഷ വേലയിൽ വ്യാപരിച്ചിരിക്കുന്ന തൻ്റെ 2 ആൺമക്കളെയും പ്രാർത്ഥിച്ചും സപ്പോർട്ട് ചെയ്തും ഇന്നും അമ്മ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഇവിടെ നമ്മളെ വചനം വായിച്ചും ഗാന ശുശ്രൂഷയിലേക്ക് സഹായിക്കുന്ന ഇവാഞ്ചലി എൻ്റെ അനുജത്തിയാണ്. ഞങ്ങളുടെ താഴെയുള്ള അനുജത്തി റോസ് ഇതിൻ്റെ പ്രൊഡ്യൂസറാണ്. ഞങ്ങളുടെ അമ്മ ഞങ്ങൾ 3 മക്കളെയും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചവളാണ്. ഞങ്ങളുടെ മാതാപിതാക്കളുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് മൂലമാണ് ഇന്ന് കർത്താവിൻ്റെ വേലയിൽ വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. മറ്റ് പലരുടെയും കുത്തുവാക്കുകളുടെയും പരിഹാസവാക്കുകളുടെയും ഒക്കെ മുൻപിൽ കർത്താവിന് വേണ്ടി തൻ്റെ മക്കൾ നിൽക്കുന്നതിൽ വളരെ അഭിമാനത്തോടെ ഇന്നും അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധത്തിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടും മുന്നോട്ട് പോകുന്നു. അമ്മമാർക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ആ വലിയ ഉത്തരവാദിത്വം തിമോത്തിയോസിലൂടെ നമ്മൾ കാണുകയായിരുന്നു. ഇതുപോലെയുള്ള തിമോത്തിയോസുമാർ സഭയിൽ ഉണ്ടാകണമെങ്കിൽ, സമൂഹത്തിൽ ഉണ്ടാകണമെങ്കിൽ അമ്മമാരും വലിയമ്മമാരും തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചേ മതിയാകൂ. ഇതുപോലെ നാം കാണുന്ന മറ്റൊരു വലിയ ശ്രേഷ്ഠതയേറിയ ഒരു അമ്മയാണ് നമ്മൾ ആദിമസഭയിൽ റോമാ സാമ്രാജ്യത്തിൽ തൻ്റെ 7 ആൺമക്കളെയും വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുവാൻ തക്ക വിധം തയ്യാറാക്കിയ വിശുദ്ധ ഫെലിസിറ്റാസ്. തൻ്റെ 7 ആൺമക്കളെയും ആ റോമാ ചക്രവർത്തി വധിക്കുവാനായിട്ട് വിശ്വാസം വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ, വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യുന്നില്ലെങ്കിൽ, കർത്താവിനെ തള്ളി പറയുന്നില്ലെങ്കിൽ അവരെ വധിക്കുവാനായിട്ട് പിടിച്ചുകൊണ്ടുപോയി. ആ ഒരു സമയത്ത്, ആ ഒരു വലിയ പ്രതിസന്ധിയുടെ മുൻപിൽ അവിടെ നിന്ന ആ അമ്മയുടെ പ്രാർത്ഥന എന്തായിരുന്നു എന്നറിയോ? ഈ 7 ആൺമക്കളും കർത്താവെ, വിശ്വാസത്തെ പ്രതി അവരുടെ ജീവൻ കൊടുക്കുന്നതിന് മുൻപ് എന്നെ വിളിക്കരുതേ. ഞാൻ തയ്യാറാണ് കർത്താവിൻ്റെ അടുക്കലേക്ക് വരുവാൻ. പക്ഷേ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ ഓരോ മകനും കർത്താവിന് വേണ്ടി ജീവൻ ത്യാഗം ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ എന്നെ വിളിക്കാൻ പാടുള്ളൂ. ഇതാണ് ആ അമ്മ പ്രാർത്ഥിച്ചത്. എന്നെ രക്ഷിക്കണമെന്നോ മക്കളെ രക്ഷിക്കണമെന്നോ ഞങ്ങളെ ഈ ഒരു വലിയ ആ ആപത്തിൽ നിന്ന് കാക്കണമോ എന്നോ ഇതൊന്നും അല്ല അമ്മ പ്രാർത്ഥിച്ചത്. നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയേ പ്രിയ സഹോദരിമാരെ. ഇങ്ങനെ ഒരു സാഹചര്യത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആത്മീയ അവസ്ഥ എന്തായിരിക്കും? വിശുദ്ധ ഫെലിസിറ്റാസ് വലിയൊരു വെല്ലുവിളിയെ നമുക്ക് മുൻപിൽ ഉയർത്തുന്നത്. തങ്ങളുടെ മക്കൾ വിശ്വാസത്തെ പ്രതി ജീവൻ ത്യാഗം ചെയ്യുന്നതിൽ ആത്മനിർവൃതി കണ്ടെത്തിയ വിശുദ്ധ ആ ഒരു വലിയ അമ്മ. ഇതുപോലെയുള്ള എത്ര അമ്മമാരെ നമുക്ക് പരിശുദ്ധ ബൈബിളും സഭാചരിത്രവും കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ എല്ലാ വിശുദ്ധരുടെയും തന്നെ അമ്മമാരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ അമ്മമാരെ വിശുദ്ധ പദവിയിലേക്ക് സഭ ഉയർത്തിയിട്ടില്ലായിരിക്കാം, പക്ഷേ ആ മക്കളുടെ ഫെയ്ത്ത് ഫോർമേഷനിൽ വലിയ ഒരു പങ്ക് ആ അമ്മമാർക്കുണ്ടായിരുന്നു. വിശുദ്ധ മരിയ ഗൊരേത്തിയൊക്കെ 11 വയസ്സിൽ
പാപത്തേക്കാൾ മരണം തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ആരായിരുന്നു പ്രവർത്തിച്ചത്? ആരുടെ ആ വിശ്വാസമാ മരിയാഗോരേത്തി പ്രതിഫലിപ്പിച്ചത്? നമ്മൾ ചിന്തിക്കണം. മരിയാഗോരേത്തിയുടെ അമ്മ, അതുപോലെ എത്ര എത്ര വിശുദ്ധരുടെ അമ്മമാര് അവരുടെ ആ ബാല്യകാലത്തിൽ, ശൈശവത്തിൽ അവരെ നടക്കേണ്ട വഴി പരിശീലിപ്പിച്ചു. അപ്പോഴാണ് ഭാവിയിൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയി പോകുമ്പോൾ, അവരുടേതായ ജീവിത മേഖലയിലേക്ക് അവർ വ്യാപരിക്കുമ്പോൾ ആ പഠിച്ച വിശ്വാസം അവർ വാർദ്ധക്യം വരെ അവർ അതിൽ നിലനിൽക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ മക്കളോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, വചനത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ മക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പൊതുവേ ഉള്ളൊരു റിയാക്ഷനാണ്, ഞങ്ങളൊക്കെ ന്യൂജനാണ്, നിങ്ങൾക്കൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വിലപ്പോവില്ല, ന്യൂ ജനറേഷനിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരിമാരെ, നമ്മുടെ ബാല്യകാലത്തിലേക്കൊന്ന് പോയി നോക്കിയേ. നമ്മളും അന്ന് ന്യൂജനായിരുന്നു. നമ്മുടെ മാതാപിതാക്കൾ ഓൾഡ് ജനറേഷൻ ആയിരുന്നു, നമ്മൾ ന്യൂ ജനറേഷൻ ആയിരുന്നു. ഇനി നമ്മുടെ മക്കൾ, അവർ വലുതായാൽ അവരുടെ മക്കളും ഇത് തന്നെ പറയും, ഞങ്ങൾ ന്യൂജനാണ്. എന്നാൽ നമ്മുടെ കർത്താവ് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. എന്നും ഒരേ ആൾ തന്നെയാണ്. ഒരേ ആളായ കർത്താവിൻ്റെ വാല്യൂ സിസ്റ്റവും ഇന്നലെയും ഇന്നും എന്നും ഒന്നാണ്. അതിലൊരു കോംപ്രമൈസും ഇല്ല, ഒരു മാറ്റവുമില്ല. അത് നമ്മൾ വിശ്വസിക്കണം. അതാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. ഇന്നലത്തെ അതേ വാല്യൂ സിസ്റ്റമാണ് കർത്താവിന് ഇന്നും, അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. പരിശുദ്ധ വചനത്തിന് യാതൊരു മാറ്റവുമില്ല. ഇത്രയേറെ കാലങ്ങൾ കഴിഞ്ഞിട്ടും തിരുവചനത്തിൽ എന്തെങ്കിലും തിരുത്തലുകൾ വന്നിട്ടുണ്ടോ? അത് ഇന്നലെയും ഇന്നും എന്നും ഒന്നാണ്. ആ വചനമാണ്, ആ സത്യങ്ങളാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. ഇങ്ങനെ പകർന്നു കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നും വചനം പറയുന്നുണ്ട്. ആ ഒരു വലിയ വാർണിംഗ് നമുക്ക് ലഭിക്കുന്നത് സുഭാഷിതങ്ങൾ 29 അധ്യായം 15 വാക്യത്തിലാണ്. നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. താണ്ഡനവും ശാസനവും ജ്ഞാനം പകർന്നു കൊടുക്കുന്നു. ജ്ഞാനം പകർന്നു കൊടുക്കുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അപമാനം വരുത്തി വെക്കുന്നു. സുഭാഷിതങ്ങൾ 29 അധ്യായം മുഴുവനായിട്ടും മക്കളുടെ ശിക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ വചനം പറയുകയാണ്, തന്നിഷ്ടത്തിന് വിട്ടാൽ മക്കൾ ആയിക്കോട്ടെ, അവരുടെ ജനറേഷൻ ഇതല്ലേ, അവരുടെ ഇഷ്ടത്തിന് പോയിക്കോട്ടെ, അവർക്ക് ആവശ്യമില്ലാത്ത റെസ്ട്രിക്ഷൻസ് ഒന്നും കൊടുക്കണ്ട എന്ന് വിചാരിച്ചു വിട്ടാൽ ആ കുട്ടി അമ്മയ്ക്ക് അപമാനം വരുത്തി വെക്കുന്നു. പിന്നീട് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. അവരെ ശൈശവത്തിൽ തന്നെ, നമ്മുടെ കയ്യിൽ ഉള്ളപ്പോൾ തന്നെ അവർക്ക് താണ്ഡനവും ശാസനയും ഒക്കെ കൊടുക്കണം. തിരുവചനമാ പറയുന്നത്, കർത്താവാ നമ്മളോടത് പറയുന്നത്. നമ്മൾ അനുസരിച്ചേ മതിയാകൂ. വീണ്ടും വചനം പറയുന്നു, പ്രഭാഷകനിലേക്ക് നമുക്ക് വരാം. പ്രഭാഷകൻ 30 അധ്യായം 13 വാക്യം. മകന്റെ ലജ്ജാകരമായ പ്രവർത്തികൾ നിമിത്തം ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രദ്ധിക്കുക. അതിൽ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കുക. നിയമാവർത്തനത്തിൽ നമ്മൾ കണ്ടു, മക്കൾക്കത് പകർന്നു കൊടുക്കുന്നതിൽ ജാഗരൂകരായിരിക്കുക. മക്കൾക്ക് ശിക്ഷണം നൽകുന്നതിൽ, കർത്താവിനെക്കുറിച്ച് അവർക്ക് ബോധ്യം കൊടുക്കുന്നതിൽ ശ്രദ്ധയുള്ളവരായിരിക്കുക. അതിന് നമ്മൾ തീർച്ചയായിട്ടും പ്രയത്നിക്കുക തന്നെ വേണം. നമ്മൾ ജ്ഞാനമുള്ള സ്ത്രീയായി മാറി അതിനു വേണ്ടിയിട്ട് അധ്വാനിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് ശ്രമിക്കാം. നമ്മുടെ ഷെക്കേന ന്യൂസിൽ നമുക്ക് പ്രിഷില്ല എന്ന പേരിൽ വർഷങ്ങളായിട്ട് ഒരു കൂട്ടായ്മയുണ്ട്. ഷെക്കേനയോട് ചേർന്ന് ഫുൾ ടൈമേഴ്സ് ആയിട്ടും ഒക്കെ ശുശ്രൂഷ ചെയ്യുന്ന പുരുഷന്മാരുടെ ഭാര്യമാരുടെ ഒരു കൂട്ടായ്മ, അതാണ് പ്രിഷില്ല. ആ പ്രിഷില്ലയിൽ നിന്നാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു ബേസായിട്ട് കടന്നു വന്നിരിക്കുന്നത്. ആ കൂട്ടായ്മയിൽ 10-15 സഹോദരിമാർ ഞങ്ങൾ മാസത്തിൽ ഒരിക്കൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു. മക്കളെ ശിക്ഷണത്തിൽ വളർത്തുന്നതിൽ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആ ഒരു അർജൻസി വളരെയധികം കർത്താവ് മനസ്സിലാക്കി തരുന്നതാണ് ആ കൂട്ടായ്മയിലൂടെ. നമ്മുടെ മക്കളുടെ ആ ഒരു അവസ്ഥകൾ പരസ്പരം ഷെയർ ചെയ്തും കൂട്ടായ്മയോടെ നമ്മൾ പരസ്പരം പങ്കുവെച്ചും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും
മക്കളെ ഈശോയിൽ വളർത്തുവാനും ശക്തി പ്രാപിക്കാനായിട്ട് കർത്താവ് നൽകിയൊരു കൂട്ടായ്മയാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിലൂടെ, ടെലിവിഷനിലൂടെ ഇവിടെ നിന്ന് കർത്താവ് നമ്മളോട് ഈ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അതിനോട് വളരെയധികം ശ്രദ്ധ പുലർത്താനായിട്ട് ശ്രദ്ധിക്കുക. പ്രിയ സഹോദരിമാരെ, ഇന്ന് കർത്താവ് നമ്മളോട് തിരുവചനത്തിലൂടെ സംസാരിച്ചതിൽ നിന്ന് നമ്മൾ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് സ്വീകരിക്കേണ്ടതിനെ സ്വന്തമാക്കി നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ വരുത്തുവാനായി നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ കണ്ടതുപോലെ യോക്കെബെത്ത്, ലോവിസ്, എവോനിക്ക്, സെന്റ് ഫെലിസിറ്റാസ് ഇവരെ പോലെ മറ്റനേകം അമ്മമാര് തങ്ങളുടെ ആ ഒരു ഉത്തരവാദിത്വം, മക്കളെ കർത്താവിൽ വളർത്തിക്കൊണ്ട് വരുവാനുള്ള ഒരു ഉത്തരവാദിത്വം നിറവേറ്റിയതുപോലെ നമുക്കും ആ ഒരു അഭിഷേകം സ്വന്തമാക്കാനായിട്ട് നമുക്കൊരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, ആ വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് കർത്താവിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഓരോ സഹോദരിയുടെ മേലും വ്യാപരിക്കണമേ. കർത്താവെ, അങ്ങേക്ക് വേണ്ടി, അങ്ങയെ പറ്റി മക്കളോട് പറഞ്ഞു കൊടുക്കുവാൻ, അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ, മക്കളെ പ്രോത്സാഹിപ്പിക്കുവാൻ ആ ഒരു കൃപ ഓരോ അമ്മമാരുടെ മേലും പകരണമേ. പരിശുദ്ധാത്മാവെ, ശക്തിപ്പെടുത്തണമേ, വ്യാപരിക്കണമേ ആത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ, വ്യാപരിക്കണമേ, ഓരോ അമ്മമാരുടെ മേലും വ്യാപരിക്കണമേ. അഭിഷേകമായി, കൃപയായി വ്യാപരിക്കണമേ. ജ്ഞാനത്തോടെ തങ്ങളുടെ മക്കളെ, തങ്ങളുടെ കുടുംബത്തെ കർത്താവിന് വേണ്ടി പണിതുയർത്തുവാൻ ഓരോ അമ്മമാരെയും ഓരോ സഹോദരിയെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ, വ്യാപരിക്കണമേ. ഈ കൂട്ടായ്മയുടെ മേൽ ആത്മാവേ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കർത്താവേ നന്ദി, കർത്താവേ നന്ദി. ഹല്ലേലൂയ, ആമേൻ. പ്രിയ സഹോദരിമാരെ, ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയെ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. ഇന്ന് കേട്ട വചനങ്ങളിൽ ജീവിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. വീണ്ടും അടുത്ത ആഴ്ച കർത്താവ് നൽകുന്ന മറ്റൊരു ആഹ്വാനവുമായി നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയോടെ ആയിരിക്കാം. ഇനിയും അറിയാത്തവരോട് നിങ്ങൾ പങ്കുവയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. ഒപ്പം ഷെക്കേനയ്ക്ക് വേണ്ടി, ഈ പ്രിഷില്ല പ്രോഗ്രാമിന് വേണ്ടി, ഇതിന് പിന്നിൽ അധ്വാനിക്കുന്ന ഓരോ സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.